നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ചു എങ്ങനെ ഉപയോഗിച്ചു, എങ്ങനെ എന്ന് അല്ലെ, എങ്ങനെ എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഏത് ഇംഗ്ലീഷ് വാക്കാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഏത് സബ്ജക്റ്റിന്? ഐ, യു, വി, ദേ എന്ന് ഉപയോഗിച്ച സബ്ജക്റ്റിന് അല്ലേ, നമ്മളത് പഠിച്ചു കഴിഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അവൻ, അവൾ, അത് ഇങ്ങനെയുള്ള സബ്ജക്റ്റ്, 3 സബ്ജക്റ്റ്, ഓക്കെ, തേർഡ് പേഴ്സൺ സിംഗുലർ ആയുള്ള സബ്ജക്റ്റിന് നമ്മൾ ഹൗ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ചോദിക്കും? രാജൻ എങ്ങനെയാണ് ബുക്ക് വായിക്കുന്നത്? രാജൻ എങ്ങനെയാണ് ബുക്ക് വായിക്കുന്നത്? അല്ലെങ്കിൽ ആൽഫ്രഡ് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? മനസ്സിലായോ? നമ്മളിങ്ങനെ ഓരോ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആനിമലിനെ കുറിച്ച് ആണെങ്കിൽ എലിഫന്റ് എങ്ങനെയാണ് ഓടി വരുന്നത്? എലിഫന്റ് എങ്ങനെയാണ് ഓടി വരുന്നത്? ഇപ്പൊ ആന എങ്ങനെയാണ് ഓടി വരുന്നത്? അപ്പൊ നമ്മളിങ്ങനെ ഓരോ കാര്യം ചോദിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിനെന്താണ് സ്ട്രക്ചർ ഉപയോഗിക്കേണ്ടത്? നമ്മൾ ഹൗ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെന്ന് ചോദിക്കാൻ. അപ്പൊ തേർഡ് പേഴ്സൺ സിംഗുലർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹൗ ഉപയോഗിച്ചു ഡസ് ആണ്. നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ടല്ലേ, ഡസ് ഓൾറെഡി പഠിച്ചിട്ടില്ലേ? അപ്പൊ ഡസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹൗ പ്ലസ് ഡസ് പ്ലസ് സബ്ജക്റ്റ്. ഏത് സബ്ജക്റ്റ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത്, അതിന് ശേഷം V1 പ്ലസ് ഒബ്ജക്റ്റ്. ഇതാണ് നമ്മൾ ഹൗ ഉപയോഗിച്ച് എടുക്കുന്ന സമയത്ത് തേർഡ് പേഴ്സൺ സിംഗുലർ. തേർഡ് പേഴ്സൺ സിംഗുലർ എന്ന് പറയുമ്പോൾ ഓർമ്മിക്കേണ്ട കാര്യം ഏതൊക്കെയാണ്? ഹി ആണ്, ഷീ ആണ്, ഇറ്റ് ആണ്. മൂന്നാമതൊരു വ്യക്തി, നമ്മൾ തേർഡ് പേഴ്സൺ സിംഗുലർ എന്ന് പറയും. മൂന്നാമതൊരു വ്യക്തി എന്ന് പറയുമ്പോൾ ഹി, ഷീ വരും. മൂന്നാമതൊരു വസ്തു അല്ലെങ്കിൽ മൂന്നാമതൊരു ആനിമൽ, ഒരു മൃഗം സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഇറ്റ് ആണ്. ഓക്കെ, നമുക്ക് ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ, രാജൻ എങ്ങനെയാണ് ബുക്ക് വായിക്കുന്നത്? രാജൻ നമ്മൾ എഴുതി, സബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം എങ്ങനെ, നമ്മൾ മലയാളത്തിൽ ചോദിക്കുന്ന അതേ രീതിയിലായിരിക്കില്ല നമ്മൾ ഇംഗ്ലീഷ് എഴുതുക. നമ്മൾ ഇംഗ്ലീഷിൽ ചോദിക്കുന്ന അതേ സ്ട്രക്ചർ നമ്മൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതുന്നു ചോദിക്കാം. എങ്ങനെയാണ് രാജൻ ബുക്ക് വായിക്കുന്നത്? ഓക്കെ, നമ്മൾ ഹൗ എന്ന WH ക്വസ്റ്റ്യൻ വേർഡ് എടുത്തു. ഡസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹി, ഷീ, ഇറ്റിന് ഡസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹൗ ഡസ് സബ്ജക്റ്റ് പകരം എഴുതി രാജൻ. ആരാണ് ഇവിടുത്തെ സബ്ജക്റ്റ്? രാജനാണ്. ഹൗ ഡസ് രാജൻ V1 റീഡ് ഹിസ്, അവന്റെ ബുക്കുകൾ എഴുതാം. റീഡ് ഹിസ് ബുക്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടല്ലോ, ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. അപ്പൊ നമ്മൾ ഇത് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിലേക്ക് എക്സാക്ട്ലി ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും? ഹൗ, എങ്ങനെയാണ് രാജൻ വായിക്കുന്നത് അവന്റെ ബുക്ക്? നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? സോ നമ്മൾ മലയാളത്തിൽ പറയുന്ന രാജൻ എങ്ങനെയാണ്, ഈ രാജൻ എന്നുള്ള സബ്ജക്റ്റ് ആദ്യം വരും. രാജൻ എങ്ങനെയാണ് ബുക്ക് വായിക്കുന്നത്? രാജൻ എങ്ങനെയാണ് ബുക്ക് വായിക്കുന്നത്? അവന്റെ ബുക്ക് വായിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ എഴുതുക മലയാളത്തിൽ. പക്ഷെ നമ്മൾ മലയാളത്തിൽ അതേപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ അവിടെയാണ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കേണ്ടത്? ഹൗ ഡസ് രാജൻ റീഡ് ഹിസ് ബുക്സ്? ഹൗ ഡസ് രാജൻ റീഡ് ഹിസ് ബുക്സ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ചോദിക്കുക? എൻ്റെ അമ്മ എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്? നമ്മൾ എങ്ങനെ ചോദിക്കുക? അതിനുണ്ടൊരു മാർഗം. നമ്മൾ ഏതാ ആദ്യം ആഡ് ചെയ്യണ്ടേ? പറഞ്ഞേ. ഹൗ ഡസ് എൻ്റെ അമ്മ എങ്ങനെ പറയുമായിരിക്കും? മൈ മദർ. മദർ, പിന്നെ അത് ചേർക്കണ്ടേ? മൈ മദർ എന്നുള്ള നമ്മൾ ചെയ്തു. V1 ചെയ്യണ്ടേ? കുക്ക് ഫുഡ്. ഹൗ ഡസ് മൈ മദർ കുക്ക് ഫുഡ്? മനസ്സിലായില്ലേ? നമ്മൾ എൻ്റെ അമ്മ എങ്ങനെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്? ഓക്കെ, സോ അതാണ് നമ്മൾ ഹൗ ഉപയോഗിച്ചു. ഡസ്, അതായത് തേർഡ് പേഴ്സൺ സിംഗുലർ, ഹി, ഷീ, ഇറ്റ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ ഒരു എക്സാമ്പിൾ ചോദിച്ചിരുന്നു, എലിഫന്റ് എങ്ങനെയാണ് ഇങ്ങോട്ട് ഓടി വരുന്നത്? അത് നമുക്ക് അവിടെ വലിയ എന്താ പറയുക മതിലൊക്കെ ഉണ്ട്, നമ്മൾ പണ്ട് കണ്ടതാണ് അല്ലെ, കഴിഞ്ഞിടയ്ക്ക് കണ്ടതാണ്. എലിഫന്റ് ചെറിയൊരു ഇടുങ്ങിയ ഗേറ്റിൽ കൂടെ കയറി വന്നിട്ട് ഒരാളെ കൊന്ന് നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പൊ എങ്ങനെയാണ് അതിലേക്ക് കയറി വരുന്നത്? നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കണം. എങ്ങനെ ചോദിക്കും? അതിന് നമ്മൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഹൗ ഡസ്, ഏതാണ്? എലിഫന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. Elephant. How does elephant run? അല്ലേ, എലിഫന്റ് കഴിഞ്ഞിട്ട് run
ടു റീച്ച് ഹിയർ, റൺ ടു റീച്ച് ഹിയർ, ഇവിടെ വരാൻ വേണ്ടി എങ്ങനെയാണ് ഓടുന്നത് അല്ലേ? റൺ ടു റീച്ച് ഹിയർ, അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം ചെയ്യാറ്. ഓക്കെ, എങ്ങനെയാണ് എലിഫന്റ് ഇവിടേക്ക് ഓടി വരുന്നത് അല്ലെങ്കിൽ ഇവിടേക്ക് ഓടി എത്തുന്നത്? അപ്പോൾ ഹൗ ഡസ് എലിഫന്റ് റൺ ടു റീച്ച് ഹിയർ, അല്ലെങ്കിൽ ഹൗ ഡസ് എലിഫന്റ് റൺ ദിസ് വേ, ഈ വഴിയിൽ കൂടി എങ്ങനെയാണ് നമുക്ക് അതിന് എഴുതാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ രീതി തന്നെ എഴുതാം. ഹൗ ഡസ് എലിഫന്റ് റൺ ദിസ് വേ, ഈ വഴിയിൽ കൂടി എങ്ങനെയാണ് ഈ പറയുന്ന ആന ഓടുന്നത്? മനസ്സിലായല്ലോ? നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? എങ്ങനെയാണ് നമ്മൾ ഒരു തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കണം? ഹൗ ഡസ് ഉപയോഗിക്കണം. ഓൾറെഡി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞു. തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ അത് ഹി ആണെങ്കിലും ഷീ ആണെങ്കിലും ഇറ്റ് ആണെങ്കിലും. ഓക്കെ, സോ ഇതിന്റെ കാര്യം മനസ്സിലായല്ലോ? ഇതുപോലെയുള്ള എക്സാമ്പിൾസ് നിങ്ങൾ എഴുതുക, എഴുതിയിട്ട് അത് പഠിച്ച് പ്രാക്ടീസും ചെയ്യണം. മനസ്സിലായല്ലോ? സോ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറയും പോലെ തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം വി ക്യാൻ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, സോ വി ഹാവ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, നമ്മൾ നല്ല രീതിയിൽ ഇംഗ്ലീഷ് പഠിച്ചു വരണം. അപ്പോൾ ഈ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം. ദെൻ ഓൺലി വി ക്യാൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.